ഇല്ലാട്ടുള്ള വയനാട്ടിലേക്ക് സഹായിക്കാൻ കുറേ ആൾക്കാരില്ലാട്ടില്ല, കുറേ ആൾക്കാർ അവരെ കൊണ്ട് പറ്റുന്ന അങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്. മരുന്ന്, ഫുഡ് ഐറ്റംസ്, പിന്നെ അരി, അങ്ങനെ എല്ലാം ഫുഡ് ഐറ്റംസ് ആണ്. അരി, ഡ്രസ്സ്, കാര്യങ്ങൾ, നാപ്കിൻ, പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ്, പിന്നെ എല്ലാം അങ്ങനെ കുറേ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു സൈഡ് കൂടെ നമ്മുടെ CMന്റെ ചാരിറ്റി ഫണ്ട് വഴി കുറേ ആൾക്കാർ സഹായിക്കുന്നുണ്ട്. പിന്നെ സിനിമാ താരങ്ങൾ, പിന്നെ കുറേ സംഘടനകൾ, അങ്ങനെ പറയത്തക്ക എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാലും മതിയാവില്ല. ഇവിടെ അത്രയും ആൾക്കാർ അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ബോച്ചയ്ക്ക് വയനാട് ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ന്യൂ ഇയർ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ന്യൂ ഇയർ സമയത്തൊക്കെ ആള് 100 ഏക്കർ അത്ര വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സെലിബ്രേഷന് വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ബോച്ച എന്ത് സംഭവിച്ചു, ബോച്ച 100 പേർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഗ്രേറ്റ്. നമ്മൾ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യഥാർത്ഥ ഹീറോസ് ഉണരുന്നത് ഇങ്ങനത്തെ ഒരു അപകടം സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ദുരന്തം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ഹീറോസ് വരുന്നത്. ഇപ്പൊ ബോച്ച നല്ല തീരുമാനമായിട്ട് വന്നിരിക്കുകയാണ്. 100 പേർക്ക് സ്ഥലം. അതിപ്പോൾ എത്രയാണ് വീട് വയ്ക്കാൻ അവർക്ക് സ്ഥലം വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഭാഗം വെച്ച് കൊടുക്കുന്നതാണ് ബോച്ച പറയുന്നത്. അപ്പോൾ നല്ല കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇതുപോലെ കുറച്ച് പേര് 2 പേർക്ക് വീട് വെച്ച് കൊടുക്കാന്ന് പറയുന്നുണ്ട്, 2-3 പേർക്ക് പറ്റുന്നുണ്ട്, ചിലർ ഒരാൾക്ക് കൊടുക്കാന്ന് പറയുന്നുണ്ട്. നല്ല കാര്യമില്ലാത്ത അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്ത് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന അവർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോച്ച പറയുന്നത് വീഡിയോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. വേദനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ. എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കരച്ചിലും വേദനയൊക്കെയാണ് നമുക്ക് കാണുന്നത്. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു കുടുംബം നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ ചെയ്യാവുന്നത് നമ്മളെ ബോച്ച 1000 ഏക്കറിൽ ഒരു 100 കുടുംബത്തിനുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ 5-6 ആംബുലൻസുകൾ ഇവിടെ ഉണ്ട്. അവര് 2 ദിവസമായിട്ട് ഇവിടെ ഭക്ഷണം, വസ്ത്രം എല്ലാം നൽകി ഇവിടെ ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം പോകുന്നുണ്ട്. പറ്റാവുന്ന ക്യാമ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. അങ്ങനെയാണുള്ളത്. ഇതിപ്പോ വല്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നുക. ഇവിടെ തന്നെ ഞാൻ വന്നിട്ടുണ്ട് പുത്തുമലയുടെ സമയത്ത്. ഇത് അതിലും ഭയാനകമാണ്. മരണം ഒരുപാട് സംഭവിച്ചിരിക്കുകയാണ്. എല്ലാവരുടെ കരച്ചിലും ഒക്കെ കാണുക എന്നുള്ളത് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാക്കി ഇപ്പോൾ ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്, നമ്മളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പരിമിതികൾ ഉണ്ട്. പക്ഷെ അവരുടെ നഷ്ടപ്പെട്ടവരുടെ വേദനകളാണ് നമ്മൾ ഓരോ റൂമിൽ പോകുമ്പോഴും കാണുന്നത്. നമ്മുടെ ഈ ബോച്ച 1000 ഏക്കറിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ സേഫാണ്. അപ്പോൾ അവിടെ ഒരു 100 കുടുംബങ്ങൾക്കുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ നൽകുന്നത്. പിന്നെ ബാക്കി മറ്റുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സംഘടനകൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെ ആക്റ്റീവായിട്ട് പറ്റാവുന്നത്. പിന്നെ നഷ്ടപ്പെട്ടു പോയ ജീവിതം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ, ചേർത്ത് പിടിക്കാം. ഇതൊക്കെയാണ് നമുക്ക് സാധിക്കാവുന്നത്. അതാണ് ഇതിലുള്ള ബോച്ച പറഞ്ഞില്ലേ, ഏകദേശം 100 കുടുംബങ്ങൾക്ക് ബോച്ച 1000 ഏക്കറിൽ ഞാൻ പറഞ്ഞു ന്യൂ ഇയറിന് മുമ്പ് ഒരു പരിപാടിക്കാൻ വിട്ടുകൊടുത്താണ്. അപ്പോൾ അതുപോലെ ബോച്ച പറയുന്നത് അത് സേഫാണ്, ആ പ്രോപ്പർട്ടി സേഫാണ്. അപ്പോൾ അതിന്ന് 100 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം കൊടുക്കുന്ന ബോച്ച പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, യഥാർത്ഥ ഹീറോസ് വരുന്നത് അപകട സമയത്താണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും സഹായിക്കുന്ന എല്ലാ ഹീറോസാണ്, ദൈവങ്ങളാണ്. അപ്പോൾ അതേ പറയാനുള്ളൂ. ബോച്ചയ്ക്ക് നല്ലൊരു സല്യൂട്ട് നമുക്ക് കൊടുക്കുക. എന്ന് വെച്ചാൽ 100 കുടുംബങ്ങൾക്ക് പറഞ്ഞാൽ അത്രയും വലിയൊരു കാര്യമാണ് ഇല്ലാട്ടല്ലേ. നഷ്ടപ്പെട്ട 400 വീടുകളും നഷ്ടപ്പെട്ടത് നമ്മുടെ കണക്കിലുള്ളത്. 400 വീട് അതിലധികം ഉണ്ട് ഇല്ലാട്ടല്ലേ. ഇപ്പോൾ ഏകദേശം 100 എന്തോ ക്യാമ്പുകളുണ്ട്, 9000 പേര് ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും പേര് ഇനിയിപ്പോൾ തിരിച്ചവർക്കൊരു വീടെന്നൊരു അവരുടെ വീടൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കണം. പിന്നെ അവർക്കൊരു പുതിയ വീടെന്ന് വെക്കണം പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. നമ്മളൊരു വീട് കെട്ടാൻ അവരുടെ അവസ്ഥ പറഞ്ഞാൽ, ഒരു വീട് കെട്ടുന്നവർക്ക് അവരുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ബോച്ച ചെയ്ത് നല്ല കാര്യം തന്നെയാണ് ഇതുള്ള. ഇതുപോലെ ഇനിയും സഹായമായിട്ട് കുറേ ആൾക്കാർ മുന്നോട്ട് വരട്ടെ എന്ന് നമ്മൾ പറയുന്നു. നമ്മൾക്ക് ഇത് അതിജീവിക്കുന്നില്ല, അത് ഉറപ്പാണ്.